നേപ്പാൾ പ്രളയത്തിൽ കുടുങ്ങിയ മലയാളികളുടെ എണ്ണത്തിൽ വ്യക്തതയില്ലാതെ നോർക്ക. ഇതുവരെ ലഭിച്ച 17 ഫോൺ കോളിൽ നിന്നായി 53 മലയാളികളുടെ വിവരം ലഭിച്ചെന്ന് നോർക്ക സിഇഒ രാജേഷ് മാധവൻ. എന്നാൽ ഇവരുമായി ആശയവിനിമയം നടത്താനായില്ല. കുടുങ്ങിയ 53 പേർ എറണാകുളം, പാലക്കാട്, പട്ടാമ്പി, മലപ്പുറം, തൃശൂർ, കാസർഗോഡ് ഭാഗങ്ങളിൽ ഉള്ളവരെന്ന് പ്രാഥമിക വിവരം. എത്ര മലയാളികൾ നേപ്പാളിൽ ഉണ്ടെന്ന് കൃത്യമായ വിവരമില്ലെന്നും നോർക്ക. എഫേർട്സ് എല്ലാം കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. നമുക്ക് ആസ് ഓഫ് നൗ നമുക്ക് വോറിക്കുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇപ്പോൾ എന്ത് തന്നെ ആയാലും എംബസിയിൽ നിന്നൊരു വിവരം കിട്ടുന്ന മുറയ്ക്ക് കുറച്ചുകൂടി ക്ലാരിറ്റിയോടുകൂടി വിവരം ഷെയർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഇന്നലെ വന്ന ലാസ്റ്റ് കോളിന് ശേഷം പിന്നെ നമുക്ക് വേറെ കോൾസ് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ അതിനർത്ഥം ഓൾറെഡി ഇത്രയും സമയം ആയതുകൊണ്ട് ഫാമിലി മെമ്പേഴ്സ് എല്ലാം ഓൾറെഡി അവെയർ ആണ്, ആര് പോയിട്ടുണ്ട്, എങ്ങോട്ട് പോയിട്ടുണ്ട്, അതെല്ലാം ഷെയർഡ് ആണിപ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് ഈ 53 ആയിരിക്കും എന്ന് നമ്മൾ വിശ്വസിക്കുന്നത്. വിവരങ്ങളുമായി അനിരു അശോകൻ ചേരുകയാണ്. അനിരു, ഇതിപ്പോൾ ട്രാവൽ ഏജൻസി വഴിയല്ലാതെ മറ്റ് ഫ്ലൈറ്റുകൾ ബുക്ക് ചെയ്യാതെ പോകുന്നവരും നേപ്പാളിലേക്ക് പോകുന്നവരുമുണ്ട്. അതുകൊണ്ട് തന്നെ കണക്കുകളിൽ അവ്യക്തതയുണ്ടാകാം. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു കണക്കും നോർക്ക റൂട്ട്സിന്റെ കയ്യിലില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. അതിനോടൊപ്പം തന്നെ ലഭിച്ച നമ്പറുകളിൽ വിളിച്ച് അന്വേഷിച്ചിട്ടുണ്ടോ? അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? ഇന്നലെ മുതൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കും നോർക്കയിലേക്കും അതുപോലെ തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിലേക്കും വന്ന കോളുകളിൽ നിന്നാണ് ഇപ്പോൾ ഈ നേപ്പാളിലേക്ക് പോയ 53 പേരെ ഇതുവരെയായിട്ടും കണക്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നോർക്ക സിഇഒ പറയുന്നത്. അതായത് ഇവരെ യാതൊരു തരത്തിലും ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ല. ബന്ധുക്കളിലും വഴി ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും അവരെ അതുവഴിയും ലഭിച്ചിട്ടില്ല. അങ്ങനെ 53 പേരാണ്. നമ്മൾക്ക് മനസ്സിലാകുന്നത് കുഞ്ഞു കുട്ടികളടക്കം കോളേജ് വിദ്യാർത്ഥികളടക്കമുള്ളവരാണ് 53. സംഘങ്ങളായി പോയവരുണ്ട്, പ്രത്യേക ഗ്രൂപ്പുകളായി പോയവരുണ്ട്, കുടുംബാംഗങ്ങളുമായി പോയവരടക്കം ഈ ഗ്രൂപ്പുകളിലുണ്ട്. എന്തായാലും ഇവരെ ഓരോ സമയത്തും നിശ്ചിത ഇടവേളകളിലടക്കം ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് ഇന്ന് വൈകുന്നേരത്തോടു കൂടിയെങ്കിലും ഇവരെ ബന്ധപ്പെടാൻ സാധിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് സംബന്ധിച്ച് ബന്ധുക്കൾക്ക് വിവരങ്ങൾ കൊടുത്തിട്ടുണ്ട്. കാസർഗോഡ്, പാലക്കാട്, പട്ടാമ്പി, എറണാകുളം, കൊച്ചി, തൃശൂർ, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലടക്കമുള്ളവർ ഈ 53 പേരിൽ ഉൾപ്പെടുന്നുണ്ട്. അതേസമയം എത്ര മലയാളികൾ ഇപ്പോഴും നേപ്പാളിൽ ഉണ്ട് എന്നുള്ളത് സംബന്ധിച്ച് വിവരം നോർക്കയുടെ ഭാഗത്ത് നിന്നില്ല. അത് വളരെ ബുദ്ധിമുട്ട് എന്നുള്ളതാണ് നോർക്ക പറയുന്നത്. കാരണം യാതൊരു വിസയും ഒന്നുമില്ലാതെ തന്നെ സന്ദർശിക്കാൻ പറ്റുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് നേപ്പാൾ. ഈ ഓണക്കാലം അല്ലാതെ തന്നെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രം കൂടി എന്നുള്ള നിലയിൽ കൂടുതൽ മലയാളികൾ നേപ്പാളിലേക്ക് പോകാറുണ്ട്. പ്രത്യേകിച്ച് ഈ ഓണക്കാലമായതിനാൽ തന്നെ കൂടുതൽ പേര് അവിടെ ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. അതേസമയം ബന്ധുക്കൾ ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിലേക്കും പോയവരെ ബന്ധപ്പെടാൻ കഴിയില്ല എന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ വരെ 17 കോളുകളാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിലേക്കും നോർക്കയിലേക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കും എംബസിയിലേക്കും ലഭിച്ചത്. ഈ 17 കോളുകളിൽ നിന്നാണ് ഇപ്പോൾ നിലവിൽ 53 എന്നുള്ള ഒരു വിവരത്തിലേക്ക് എത്തുന്നത്. ഇവരെ ഇന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ ബന്ധപ്പെടാൻ ആകുമെന്നുള്ള ഒരു വിശ്വാസമാണ് നോർക്ക സിഇഒ വ്യക്തമാക്കുന്നത്. കൂടാതെ മറ്റ് ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നുകൂടി അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ശരി, നന്ദി അനിരു അശോകൻ വിവരങ്ങൾക്ക്.